ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ ഒരു കാര്യം, അതായത് FBയിൽ ഞാനൊരു പോസ്റ്റ് കണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഫീലായി. ഭയങ്കര ഫീലെന്ന് വെച്ചാൽ അത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല, അത്രയ്ക്ക് നല്ലോണം ഫീലായി. ഓക്കെ, ഇപ്പം ഞാൻ പറയട്ടെ, നമുക്ക് പലയിടത്തും പല രീതിയിലുള്ള പ്രശ്നവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ഇല്ലയെന്നൊരിക്കലും ഞാൻ പറയത്തില്ല. ഞാനുമൊക്കെ അതിൻ്റെ ഒരു വിറ്റുമായിട്ടുള്ള ഒരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. എങ്കിലും ആ പോസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഫീലായി. സംഗതി എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ ഡൽഹിയിൽ തീവ്രവാദ ആക്രമണം നടന്നു. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ അതുപോലെ മരുന്ന് മാറി കുത്തിവെച്ചും പിന്നെ എന്താ ഹോട്ടലിൽ ഫുഡിൽ എന്തോ പോയിസൺ കലക്കി എന്നൊക്കെ പറഞ്ഞ ഇടയ്ക്ക് ന്യൂസും ഈ പോസ്റ്റുകളൊക്കെ ഇടയ്ക്ക് കാണുന്നുണ്ട്. FBയിൽ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് കാണുന്നുണ്ട്. ഓക്കെ, അതിനെക്കുറിച്ചൊന്നും എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. ഞാൻ അതിനെക്കുറിച്ചൊന്നും ഒരുപാട് സംസാരിക്കുന്നില്ല, എനിക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽ അറിയില്ല, അതുകൊണ്ടാണ്. പക്ഷേ ആ പോസ്റ്റ് FBയിലെ പോസ്റ്റ് കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു റിലീജിയനിൽ പെട്ട ആൾക്കാരെ എല്ലാം കൊന്നു കളയണം, ഇവരെ എല്ലാം ഒഴിവാക്കണം, ഇവരെ ആരെയും കൂട്ടത്തിൽ കൂട്ടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് ഈ ഒരു റിലീജിയനിൽപ്പെട്ട ഒരുപാട് ആൾക്കാരെ എനിക്ക് പരിചയമുണ്ട്, ഒത്തിരി പേരെ എനിക്കറിയാം. ഞാൻ താമസിക്കുന്നത് തന്നെ ഇവരുടെ എല്ലാവരുടെ ഇടയ്ക്കാണ്. ഇപ്പോൾ തെറ്റ് കണ്ടാൽ ഓക്കെ, ഞാൻ തെറ്റ് എന്ന് പറയുന്ന കൂട്ടത്തിലാണ്. എൻ്റെ പണ്ടുള്ള ഇൻസ്റ്റഗ്രാം അക്കൗണ്ടൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാവും. എന്തെങ്കിലും ഒരു തെറ്റ് ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഓക്കെ, ഞാനത് ഓപ്പണായിട്ട് തുറന്ന് പറയും. പക്ഷേ എന്ന് വെച്ചിട്ട് ഒരു സമൂഹത്തെ മുഴുവനും അല്ലെങ്കിൽ ഒരു റിലീജിയനെ ഫുള്ള് നമ്മളങ്ങനെ അടച്ചാക്ഷേപിക്കുന്ന ഒരിക്കലും നല്ല കാര്യമല്ല. ഓക്കെ, അതിൽ പെട്ട ചില ആൾക്കാർ തെറ്റ് ചെയ്തിട്ടുണ്ടാവാം എന്ന് വെച്ചിട്ട് ആ റിലീജിയനിൽ പെട്ട എല്ലാ ആൾക്കാരും കൊന്നു കളയണം, അല്ലെങ്കിൽ ആ ആളുകളെല്ലാം അകറ്റി നിർത്തണം, ഒരു മനുഷ്യനായി കാണാൻ പാടില്ല. എനിക്കൊരിക്കലും അതിനോട് യോജിക്കാൻ പറ്റില്ല. ആ ഒരു കാര്യത്തിനോട് എനിക്കൊരിക്കലും യോജിക്കാൻ പറ്റില്ല. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, എൻ്റെ ചങ്ക് നാസി, ഇതൊക്കെയാണെങ്കിൽ അവരൊക്കെ എന്താ പറയുന്നത്, ഒരുപാട് നന്മകളുള്ളതാണ്. അതുപോലെ തന്നെ എൻ്റെ ഡോറയെ ചികിത്സിക്കുന്ന ഡോക്ടർ, അങ്ങനെ എനിക്ക് ഒരുപാട് ആൾക്കാരെ അറിയാം. നല്ല സ്വഭാവമുള്ള, നല്ല വ്യക്തിത്വമുള്ള, നല്ല ക്യാരക്ടറുള്ള, അതായത് എന്താ പറയുക, ഒരിക്കലും നമുക്ക് പറഞ്ഞാൽ തികയാത്ത അത്രയും നന്മകളുള്ള ഒരുപാട് പേര് ഈ ഒരു റിലീജിയനിലുണ്ട്. പക്ഷേ അതിനിടയ്ക്ക് കുറച്ച് പേര് ചിലപ്പോൾ അങ്ങോ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഒരു പൊട്ടിയതോ ചീഞ്ഞതോ നാറിയതോ ഒക്കെ കാണും എന്ന് വെച്ചിട്ട് ആ ഒരു സമൂഹത്തിനെ മുഴുവനും നമ്മൾ അങ്ങനെ അടച്ചാക്ഷേപിക്കും, അവരങ്ങനെ തള്ളി വെക്കണം, അവരെ മോശപ്പെടുത്തണം, കുറ്റപ്പെടുത്തണം, ആക്ഷേപിക്കും. ഒരിക്കലും അതൊരു നല്ല പ്രവൃത്തിയോ നല്ല ഒരു പ്രവണതയോ അല്ല. തെറ്റ് ആരാണോ ചെയ്യുന്നത് അവരെ നമ്മൾ അകറ്റി നിർത്തുക. അതല്ലാതെ ആ സമൂഹത്തിനെ മുഴുവനും നമ്മൾ അകറ്റി നിർത്തി കഴിഞ്ഞാൽ അവർ വീണ്ടും ഒരുപാട് തെറ്റുകളിലോട്ട് പോകത്തുള്ളൂ. ഇപ്പോൾ ഇത് പറയുമ്പം ഒരുപക്ഷെ എനിക്ക് ചിലപ്പോൾ നെഗറ്റീവോ അല്ലെങ്കിൽ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സപ്പോർട്ടോ കുറയാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതുകൊണ്ടല്ല ഞാൻ പറയുന്നത്. സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യത്വം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. അതല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ലാഭത്തിന് വേണ്ടിയോ പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയോ ഒന്നുമല്ല. എനിക്ക് ആ പോസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന ആൾക്കാരൊക്കെ ഈ ഒരു റിലീജിയനിൽ പെട്ടതാണ്.